CPM-ന്റെ മുതിർന്ന നേതാവായ ജി സുധാകരൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഈ ഞാൻ ഇവിടെയാണ് എന്ന് കടമ്മറ്റ രാമകൃഷ്ണന്റെ ഒരു കവിതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ സുധാകരൻ CPM-നെ മൊത്തത്തിൽ ഓർമ്മിപ്പിക്കുവാണ്. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും പല കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. അപ്രിയ സത്യങ്ങൾ. അതെ, അപ്രിയ സത്യമാണല്ലോ പലർക്കും അരോചകമായി മാറുന്നതും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതും. സുധാകരന് പറയാൻ മടിയില്ല. മുകളിൽ ആകാശം, താഴെ ഭൂമി. നമ്മൾ പറയാറുണ്ടല്ലോ, മടിയിൽ കനമുള്ളവനല്ലേ ഭയപ്പെടേണ്ടു എന്ന്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം 2016 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രധാനപ്പെട്ട വകുപ്പ് തന്നെ കൈയാളി. ആ വകുപ്പ് ഇപ്പം ആരാണ് കൈയാളുന്നത്, അതിനെക്കുറിച്ചും സുധാകരൻ മുമ്പ് വിമർശനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പോരായ്മയെക്കുറിച്ച്, പിടിപ്പുകേടിനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഈ കാടടച്ച് വെടിവെക്കുകയല്ല സുധാകരൻ ചെയ്യുന്നത്. സുധാകരൻ പറയുന്നതിനൊക്കെ തന്നെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയും. ആ വാക്കുകൾക്കൊക്കെ തന്നെ ഒരു തെളിമയുണ്ട്. ഇത് കളങ്കമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അത്തരത്തിലുള്ള വാക്കുകൾ വരികയുള്ളൂ. അതുതന്നെയാണ് സുധാകരൻ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ആലപ്പുഴയിൽ നടന്ന ഒരു പുസ്തക പ്രകാശന വേളയിലാണ്. ഞാൻ ജനാധിപത്യത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും. ഞാൻ തോറ്റിട്ടുണ്ട്, പക്ഷെ തോറ്റതല്ല, എന്നെ തോൽപ്പിച്ചതാണ്. CPM-ന് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഒരാളെ തോൽപ്പിക്കണം എന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ അത് നടന്നിരിക്കും. നമ്മൾ അതിന് ഏറ്റവും ഉദാഹരണം പെട്ടെന്ന് പറയുന്നത് VS അച്യുതാനന്ദൻ്റെ കാര്യമാണ്. VS അച്യുതാനന്ദനെ 2011 തോൽപ്പിച്ചത് എന്തുകൊണ്ട്? 2006 മുതൽ 2011 വരെ VS ആണ് മുഖ്യമന്ത്രി ആയിരുന്നത്. 2011 ആവർത്തിക്കുമെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ തന്നെ ആസൂത്രണം ചെയ്തതായിരുന്നു എന്നുള്ളത് എവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഒരു പറച്ചിൽ തന്നെ ഉണ്ടായില്ലേ, VS ജയിക്കുമ്പോൾ പാർട്ടി ജയിക്കില്ല, പാർട്ടി ജയിക്കുമ്പോൾ VS ജയിക്കില്ല എന്ന്. മാരാരിക്കുളത്ത് തോൽപ്പിച്ചിട്ടില്ലേ? അത് തോൽപ്പിക്കുകയാണ് ചെയ്തത്. CPM-ന് അങ്ങനെയൊക്കെ ഉണ്ട്. തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ തോൽപ്പിക്കും. അത് ആ പാർട്ടിയുടെ ഒരു കേഡർ സ്വഭാവം തന്നെയാണ്. 2021 ജോസ് കെ മാണിയെ പാലയിൽ തോൽപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ ജോസ് കെ മാണിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസ് കെ മാണി 21 LDF-ലേക്ക് വന്നു. മന്ത്രിസഭയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ ബാർഗെയിനിങ് ഉണ്ടാകുമെന്ന് പിണറായി വിജയൻ അറിയാം. കേരള കോൺഗ്രസ് അല്ലേ, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ തന്നെയാണ് തോൽപ്പിച്ചിരുത്തിയത്. സുധാകരൻ ഇതിലെ പല കാര്യങ്ങളും അറിയാം. സുധാകരനെ എന്തുകൊണ്ട് ഇപ്പോൾ തരം താഴ്ത്തി നിർത്തിയിരിക്കുന്നു നമുക്കറിയാവുന്നതല്ലേ. 2021 അമ്പലപ്പുഴയിൽ മത്സരിച്ച സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നും വേണ്ട തരത്തിൽ പ്രചാരണത്തിന് ഇറങ്ങിയില്ല എന്നും ഒക്കെ പറഞ്ഞ് അന്വേഷണ കമ്മീഷൻ വിദഗ്ധൻ ആരായിരുന്നു? എളമരം കരീം. അതിലെ സുധാകരനെ കാണാതെ തന്നെ റിപ്പോർട്ടും പോയി. രണ്ടു പക്ഷവും കാണണ്ടേ, അതല്ലേ ജനാധിപത്യ മര്യാദ. ഒടുവിൽ സുധാകരനെ തരം താഴ്ത്തി. സുധാകരനെ സംബന്ധിച്ചിടത്തോളം എത്ര തരം താഴ്ത്തിയാലും സുധാകരൻ കളങ്കിതനല്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കും. പറയുന്ന കാര്യങ്ങളിൽ വളരെ ആർജവത്തോടുകൂടി പറയുകയും ചെയ്യുമെന്നുള്ളതാണ്. 2021 സുധാകരനോടൊപ്പം മറ്റു ചിലരെയും ഒതുക്കി നിർത്തിയല്ലോ പിണറായി വിജയൻ. EP ജയരാജനെയും തോമസ് ഐസക്കിനെയും, പിന്നെ ജയിച്ചു വന്നിട്ടും KK ശൈലജയ്ക്ക് മന്ത്രി പദവി കൊടുക്കാതിരുന്നതും ഒക്കെ. തോമസ് ഐസക്കിനെ പിന്നീട് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു, തോൽപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്ന് ഇരുത്തി. ഇപ്പൊ കേൾക്കാനുമില്ല. സുധാകരൻ അങ്ങനെയല്ല. സുധാകരൻ ആലപ്പുഴയിലെമ്പാടും അത്യാവശ്യത്തിന് അവിടുത്തെ പ്രധാനപ്പെട്ട പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കുന്നു. പുസ്തക പ്രകാശനമായാലും ഒക്കെ അതിലൊക്കെ തന്നെ പാർട്ടിക്ക് കൊടുക്കേണ്ട വിമർശനമൊക്കെ കൊടുക്കുന്നുണ്ട്.
നല്ലപോലെ ഈ സിമെന്റും ടാറും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വേണം റോഡ് നന്നാക്കി എടുത്ത് കൊണ്ടുവരാൻ. എന്നാൽ മാത്രമേ അതൊരു കെട്ടുറപ്പുള്ളതായി തീരത്തുള്ളൂ. അല്ലാതെ കോൺക്ലേവ് നടത്തിയിട്ട് കാര്യമില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. സർക്കാരിന്റെ പരിപാടി ഇപ്പൊ എന്താണ്? കോൺക്ലേവ് നടത്തുക, PR വർക്ക് നടത്തുക, അയ്യപ്പ സംഗമം നടത്തുക, ഇതൊക്കെയാണ്. ഇതിനകത്തൂടെ കാര്യങ്ങൾ നന്നാകില്ലല്ലോ. PR വർക്ക് നടത്തി നമ്പർ വൺ എന്നൊക്കെ പറയുന്ന കേരളം ആരോഗ്യരംഗം തകർന്നടിഞ്ഞില്ലേ എന്ന് സുധാകരൻ ഒരിക്കൽ ചോദിച്ചു. ഹാരിസിന്റെ വെളിപ്പെടുത്തലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീയുടെ ദാരുണാന്ത്യം ഉണ്ടായതും ഒക്കെ ആർക്കും മറക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞിരുന്ന ഒരു വകുപ്പായിരുന്നു 2016 മുതൽ കണ്ടിരുന്നത്. ആ വകുപ്പ് 2021 മുതലുള്ള ഈ 5 വർഷക്കാലം എന്ന് പറയുന്നത് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ തന്നെ തകർത്തെറിയുന്നതായിരുന്നു. ആ തകർത്തെറിയുന്നതിലൂടെ തന്നെ LDFന് ഒരു തുടർ ഭരണത്തിന് പോലും സാധ്യതയില്ലാത്ത രീതിയിൽ ആരോഗ്യരംഗം ഇതിനെ തകർത്ത് കളയും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്നിട്ട് നമ്പർ വൺ എന്ന് പറഞ്ഞ് ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊട്ടിഘോഷിച്ച് നടക്കുന്നത് എന്നും സുധാകരൻ ചോദിച്ചിട്ടുണ്ട്. സുധാകരന് കാര്യങ്ങൾ കണ്ടാൽ കൃത്യമായി അതിൽ ഇടപെടുക, ചോദ്യങ്ങൾ ഉന്നയിക്കുക. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ CPM-ൽ ഇഷ്ടപ്പെടത്തില്ല. ചോദ്യം ചോദിക്കുന്ന ആളിനെ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു നിർത്താം, പക്ഷെ ചോദ്യം അവിടെ തന്നെ നിൽക്കും എന്ന് അധ്യാപകനും ചിന്തകനും ഒക്കെ ആയിട്ടുള്ള പ്രൊഫസർ MN വിജയൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സുധാകരൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, സുധാകരന് മന്ത്രിയായിരുന്ന സമയത്തുണ്ടായ ആകെ ഒരു പെരുദോഷം എന്ന് പറയുന്നത് അദ്ദേഹം ദേവസ്വം വകുപ്പ് മന്ത്രി കൂടിയായിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഈ ശബരിമല യുവതീ പ്രവേശ വിഷയ സമയത്തൊക്കെ തന്നെ തന്ത്രിയെക്കുറിച്ചും തന്ത്രി കുടുംബത്തെക്കുറിച്ചും ഒക്കെ ചില വാക്കുകളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് വീണു. അതില് പലർക്കും അതൃപ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുധാകരൻ നല്ല മന്ത്രിയായിരുന്നു എന്നുള്ളതാണ്. സുധാകരന് ഈ ഹൈന്ദവരോട് തന്നെ അല്ലെങ്കിൽ ആരാധനാലയങ്ങളോടൊക്കെ തന്നെ പ്രത്യേകിച്ചൊരു ആദരവുള്ള ആളാണ്. അദ്ദേഹം രാമായണം വായിക്കുകയും വീട്ടിൽ മൃത്യുഞ്ജയ ഹോമം നടക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സുധാകരൻ പാർട്ടിയിൽ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പാർട്ടിയിൽ ഇപ്പോൾ എല്ലാവരും വിശ്വാസികളായിക്കൊള്ളണമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പമ്പയിൽ പോയി കുളി കഴിഞ്ഞു, അല്ലെ, സ്നാനം നടത്തി പുണ്യവാന്മാരായി തീർന്നിരിക്കുകയാണ്. പുണ്യതീർത്ഥമൊക്കെ കുടിച്ച് പുണ്യവാന്മാരായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ 2026-ലും നമ്മളെ കാണാനായിട്ട് ഇറങ്ങുകയാണ് പിണറായി വിജയൻ. അതിനെയൊക്കെയാണ് പല ഇത്തരത്തിലുള്ള കാപട്യ മുഖങ്ങളെയാണ് സുധാകരൻ ചോദ്യം ചെയ്യുന്നത്. സുധാകരന് ഈ ഇത്തരത്തിലുള്ള ഏത് വിഷയവും കൃത്യമായിട്ട്, കാരണം ഇത്തരത്തിലുള്ള കോൺക്ലേവോ PR വർക്കോ മറ്റെന്തെങ്കിലും സെമിനാറോ നടത്തിക്കൊണ്ടല്ല നമ്പർ 1 എന്ന് പറയേണ്ടത്, കാര്യങ്ങൾ നടത്തിയിട്ട് വേണം എന്നാണ് സുധാകരൻ ചങ്കൂറ്റത്തോടു കൂടി പറയുന്നത്.